ഹലോ, നല്ല നമസ്കാരം. ഹൂ കേസ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കിടിലം കോഴി ലവ് സ്റ്റോറിയാണ്. കേരളം കണ്ടതിൽ വെച്ച് പൊളിറ്റിക്കലി ഇത്രയും കാലത്തിനിടയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കിടിലം ലവ് സ്റ്റോറിയാണ് കോഴി മാങ്കൂട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. ഇതിൻ്റെ കഥാസാരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കാമുകൻ, ആ കാമുകൻ അധികാരത്തിനു വേണ്ടി ഒരുപാട് ഊളത്തരങ്ങൾ കാണിക്കുന്നു. സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി കാർഡ് അടിച്ചു പുറത്തിറക്കി സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നു. ഇതിനിടയിൽ കാണുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു കിടിലം കാമുകനാണ് അദ്ദേഹം. വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ല സ്റ്റൈലൻ കാമുകനാണ് അദ്ദേഹം. ഓരോ പെണ്ണുങ്ങളോടും അപ്രോച്ച് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കത്തില്ല. മുഖത്തോട് മുഖം സംസാരിക്കണമെങ്കിൽ തന്നെയും 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രം റൂം എടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ ആണ് അദ്ദേഹത്തിൻ്റെ സ്നേഹസല്ലാപങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ കഥ നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ആ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് നയിക്കുന്നത് വെടീശ്വരൻ അങ്ങനെ ഒരു ക്യാമറമാനാണ് ഇതിൻ്റെ ക്യാമറ മുഴുവനും ചലിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിൻ്റെ ലൈറ്റ്? ഇതിൻ്റെ ലൈറ്റ് ഒരു MP ആണ്. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് മറന്നുപോയി. അദ്ദേഹം എപ്പോഴും ഈ കാമുകൻ്റെ കൂടെ ഉള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. അദ്ദേഹവും ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ തിരക്കഥ ശരിക്കും പറഞ്ഞില്ല, തിരക്കഥ ഇത് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂത്ത് കോൺഗ്രസ് അങ്ങനെ എന്തോ ആളാണ് ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുമ്പോൾ അടുത്ത കുപ്പായം തച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. പുതിയ അദ്ദേഹത്തിൻ്റെ വില്ലനായിട്ട് വന്ന നമ്മുടെ ജിൻഡോ, അദ്ദേഹത്തിൻ്റെ ആ വില്ലത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കൂട്ടത്തിൽ നട്ടലുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് ആണ് എനിക്ക് ഒരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ആ സ്റ്റോറി നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും കൂട്ടത്തിൽ ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിലിരിക്കുന്ന തുപ്പി തന്നെ കളയണം. അത് തൊണ്ട വിഴുങ്ങാതെ എടുത്ത് അകത്ത് കയറ്റാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവനെ കുറ്റം പറയണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവനെതിരെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ തൻ്റെ വായിലിരിക്കുന്ന സാധനം തുപ്പിത്തന്നെ കളയണമെന്ന് പ്രസ്ഥാനത്തോട് വിളിച്ചു പറഞ്ഞ നട്ടലുള്ള ഒരു വില്ലനാണ് എനിക്ക് തോന്നിയത്. ജിൻഡോയുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കാമുകനിലേക്ക് വരുമ്പോൾ, നമ്മുടെ കാമുകൻ സോഷ്യൽ മീഡിയ ചാറ്റുകളിലൂടെ നീ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ആരും തന്നെ നമ്പർ തരില്ലല്ലോ, ഞാൻ എത്ര കാലം കൊണ്ട് പിന്നാലെ നടക്കുന്നു, എന്നിട്ടും എനിക്ക് നമ്പർ നീ തരാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അപ്രോച്ച് നടത്തി അവസാനം കാമുകൻ്റെ വരുതിയിൽ ആ ലേഖക വീഴുകയാണ്. മീഡിയ പ്രവർത്തകയാണ്. അപ്പോൾ ആ മീഡിയ പ്രവർത്തകയുമായിട്ട് ഒരുപാട് രാത്രികളിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ, ലോക്കൽ ഇതൊന്നും ഒരു സെറ്റപ്പൊന്നും ഇല്ല, എല്ലാം 5 സ്റ്റാർ ഹോട്ടലാണ്. എങ്കിലും അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടൽ എന്നെ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ തിരഞ്ഞെടുത്തുകൊണ്ട് രാത്രിയിൽ ആ ഒരു ചില സീനുകളുണ്ടല്ലോ, കിടിലം സീനെന്ന് വെച്ചാൽ കിടിലം സീന്. ലൈറ്റ്, മൊബൈൽ വെളിച്ചത്തിൻ്റെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, കിടിലം എന്ന് വെച്ചാൽ കിടിലം. എനിക്ക് ആ ക്യാമറ വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നൈറ്റ് ഷോട്ടുകളൊക്കെ സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ അങ്ങനെ ഒരുപാട് നൈറ്റ് ഷോട്ടുകൾ കഴിഞ്ഞിട്ട് അവസാനം ഈ പെണ്ണ് ഗർഭിണിയാകുന്നേ. ഈ പെണ്ണ് ഗർഭിണിയാകുന്ന സമയത്ത് കുറേ കാലം കഴിഞ്ഞിട്ട്, ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണ് പറയുന്നത്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് തന്ത വേണം. അപ്പോൾ പറയും, അത് ഞാനൊന്നും പറ്റത്തില്ല, എനിക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല, നീ ഒരു കാര്യം കൊണ്ട് കള, എവിടെയെങ്കിലും കൊണ്ടുപോയി അബോർഷൻ ചെയ്ത് കളയും എന്ന് പറയും. അപ്പോഴേക്കും ഈ പെണ്ണിൻ്റെ സ്വഭാവം അങ്ങ് മാറും. ഈ പെണ്ണ് പറയും, ഞാൻ ഈ കൊച്ചിനെ വളർത്തും, എനിക്ക് തന്ത വേണ്ട. അപ്പം പിന്നെ തന്തല്ലാത്ത കൊച്ചായിട്ട് വളരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ഇല്ല എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഈ കൊച്ചിനെ വളർത്തിക്കൊള്ളാം. ഇല്ല, നീ അത് നിർബന്ധമായിട്ട് കൊണ്ട് കളയണം, ആ കൊച്ച് എനിക്കൊരു ബാധ്യതയാകും, അതുകൊണ്ട് നീ പെട്ടെന്ന് കൊണ്ട് അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ പെണ്ണ് അബോർഷൻ ചെയ്യുകയാണ്. പക്ഷേ ആ പെണ്ണ് മരിച്ചില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. വളരെ ആത്മാഭിമാനത്തോടു കൂടി ആ പെണ്ണ് സമൂഹത്തിൽ ജീവിക്കുന്നു എന്നത് വലിയൊരു പോസിറ്റീവാണ് ഈ ലവ് സ്റ്റോറി തരുന്ന ഒരു
ഒരു പോസിറ്റീവ്, സമൂഹത്തിന് നൽകുന്ന ഒരു പോസിറ്റീവ്. എന്ത് ഊളത്തരം ജീവിതത്തിൽ സംഭവിച്ചാലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിക്കാനുള്ള കെൽപ്പ് കാണിച്ച ആ പെണ്ണിന് ഒരു അലോട്ട് കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ അവസാനത്തെ ആ ക്ലൈമാക്സ് ഉണ്ടല്ലോ, AICCയുടെ മുമ്പേ വന്ന കുറേ പരാതികൾ, ആ പരാതികളെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചാൽ നമുക്ക് പിന്നെ ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോരുത്തരും വണ്ടിയും ട്രെയിനും ഫ്ലൈറ്റും പിടിച്ച് അല്ലെങ്കിൽ ബസ്സും പിടിച്ച് ഇവിടെ AICCയുടെ ഓഫീസിൽ വന്ന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ കാമുകൻ അത്രയും നല്ല കിടിലം കൊഴിത്തരങ്ങളുള്ള കൈവശമുള്ള ആളാണ്. പക്ഷെ അവസാനം AICC കൈയൊഴിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കേണ്ട, പാലക്കാട് വരെ അനുഭവിച്ചോട്ടെ, കോൺഗ്രസ്സിലുള്ള മറ്റുള്ളവന്മാർ അനുഭവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ BJP കാരനും CPM കാരനും വെറുതെ ഇരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ അവസാനം ക്ലൈമാക്സ് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ കാണുന്നിടത്തെല്ലാം ജനം കല്ലെറിയും എന്നുള്ളതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് നടക്കാൻ പോകുന്നത്. എന്തായിരുന്നാലും ഇതുപോലുള്ള ഒരു കിടിലം ഒരു ലവ് സ്റ്റോറി, പൊളിറ്റിക്കൽ ലവ് സ്റ്റോറി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കേട്ടിട്ടുള്ളതൊക്കെ ഹണി ട്രാപ്പുകളാണ് എല്ലാം പലതെല്ലാം. പക്ഷേ ഇത് നല്ല കിടിലം സാധനമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്യാമറ വർക്ക്, ലൈറ്റ് വർക്ക്, അതോടൊപ്പം തന്നെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇവരുടെ ആ രാത്രിയുള്ള ആ ഒരു നൈറ്റ് ഷോട്ടുകളുണ്ടല്ലോ, അപ്പോഴും നടക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കിടുക്കാച്ചു. അതാരാണ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏതോ ഒരു സംഗീത സംവിധായകൻ്റെ മോനാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ പേര് എനിക്ക് മറന്നുപോയി കേട്ടോ. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ടുണ്ട്. ക്യാമറ, ലൈറ്റ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കിടിലമാണ്. ഇതിൻ്റെ ആക്ടിങ്, കഥാനായകൻ സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും, അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അവാർഡ് വല്ലതും കൊടുക്കുമോ എന്നെനിക്കറിയില്ല. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു സംസ്ഥാന അവാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ അവാർഡ് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അവാർഡാണ്. ഇനി പുതിയ എന്തെങ്കിലും അവാർഡ് ഇനിയിപ്പോൾ ഇവിടെ നിന്നും പറിച്ചു നട്ട് കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോയി പിന്നെ പ്രതിഷ്ഠിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. എന്തായിരുന്നാലും വളരെ മനോഹരമായ ഒരു കിടിലൻ ലവ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. ഒരു 5-ൽ ഒരു 2.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പൊളിറ്റിക്കൽ ഡ്രാമ ലവ് സ്റ്റോറിയാണ് ഹൂ കേസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം.